അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ തള്ളിക്കളഞ്ഞ ഇറാൻ അമേരിക്ക നടത്തുന്ന ഏത് പുതിയ ആക്രമണ ശ്രമത്തിനും മറുപടി നൽകുമെന്നും ഹോർമുസ് കടലിടുക്ക് വഴി മറ്റ് വിദേശ യുദ്ധക്കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഞങ്ങൾ ശത്രുക്കൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല. സമാധാന ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കീഴടങ്ങിയെന്നോ പിൻവാങ്ങിയെന്നോ അല്ല, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. അതേസമയം പാകിസ്ഥാൻ മുഖാന്തരം ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന കരാർ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തള്ളിയിരുന്നു. ഇറാന്റെ പ്രാദേശിക സുരക്ഷയും ഹോർമുസ് വഴിയുള്ള നീക്കത്തിലെ ചർച്ചയുമാകാമെന്നും ആണവ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഇറാൻ അറിയിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തള്ളുകയായിരുന്നു. ഇറാനെതിരായ യുദ്ധം തീർന്നിട്ടില്ല എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. മാത്രമല്ല, അമേരിക്ക ഇസ്രയേലിന് നൽകി വരുന്ന $3.8 ബില്യൺ സൈനിക സാമ്പത്തിക സഹായം അവസാനിപ്പിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി സഹകരണമാവണമെന്നുമാണ് നെതന്യാഹു ആവശ്യപ്പെട്ടത്. യുദ്ധ സാഹചര്യത്തിൽ അയവില്ലാതെ വന്നതോടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി തുടരുമെന്ന് തന്നെയാണ് വിവരം. അതിനിടെ ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരമാകുകയാണ്. അതിനിടെ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നേരിട്ട സുരക്ഷാ വീഴ്ചയിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് സമ്മതിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഈ വീഴ്ചയിൽ മുകളിൽ നിന്ന് താഴെ വരെ എല്ലാവർക്കും പങ്കുണ്ടെന്നും ഒക്ടോബർ 7 മുൻപ് നടന്നതിനേക്കാൾ അതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ അമേരിക്കൻ ചാനലായ CBSന്റെ 60 മിനിറ്റ്സ് പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അദ്ദേഹം മുൻകൂട്ടി കണ്ടില്ലായിരുന്നുവെന്നും സമ്മതിച്ചു. ഒക്ടോബർ 7 മുൻപ് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മിതമായ രീതിയിൽ സൈനിക നടപടികൾ സ്വീകരിച്ചിരുന്ന പ്രധാനമന്ത്രിയായാണ് തന്നെ ലോകം കണ്ടിരുന്നതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ തീർത്ത മരണക്കയത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആക്രമണത്തിന് ശേഷം അതിശക്തമായി തിരിച്ചടിക്കാനും ഭീകരതയുടെ വേലിയേറ്റം തടയാനും തനിക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പലരും കാലാവധി പൂർത്തിയാക്കിയാണ് പോയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അമേരിക്കൻ സഹായത്തെക്കുറിച്ച് വിപ്ലവകരമായ നിലപാടാണ് നെതന്യാഹു പങ്കുവച്ചത്. ഇസ്രായേലിനെ എല്ലാത്തരം US സഹായങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ രംഗത്തടക്കം സ്വന്തം കാലിൽ നിൽക്കാൻ ഇസ്രായേലിന് കഴിയണം. അമേരിക്കയുമായുള്ള ബന്ധം സുപ്രധാനമാണെങ്കിലും പൂർണ്ണമായ ആശ്രയത്വം ഒഴിവാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ സൈനികമായ കരുത്ത് സ്വയം ആർജിക്കുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിലെ US നാവിക ഉപരോധത്തെക്കുറിച്ചും ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണെന്നും ഇത് ആഗോള വ്യാപാരത്തെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 7 മുൻപ് ഇത്തരമൊരു പ്രാദേശിക യുദ്ധം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സമ്മതിക്കുന്നതിലൂടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയം കൂടി അദ്ദേഹം പരോക്ഷമായി ശരിവെക്കുന്നു. ഇസ്രായേലിനെതിരായ 7 മുന്നണികളെയും നേരിടാൻ താൻ സുസജ്ജമാണെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഇറാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തെ അടിച്ചമർത്തുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനിടയിൽ ഇറാനെതിരായ സൈനിക നടപടി വ്യാപിപ്പിക്കുമെന്ന പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ചർച്ചകൾക്കും ധാരണകൾക്കും വഴങ്ങിയില്ലെങ്കിൽ പ്രോജക്ട് ഫ്രീഡം ഉൾപ്പെടെ നടപടികൾ വ്യാപിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചർച്ചകൾ അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ പുനരാരംഭിച്ചേക്കുമെന്നാണ് വിവരം. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും ഇത്. ഹോർമുസിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം വീണ്ടും ചർച്ചകൾക്കുള്ള സാധ്യതകളെ ബാധിച്ചിട്ടുണ്ട്. സമാധാന കരാറിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് വീണ്ടും ആക്രമണമുണ്ടായതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി തുറന്നടിച്ചു. ധാരണയ്ക്ക് ഒരു സാധ്യതയുമില്ലെന്നും കണക്കാക്കുന്ന ഇസ്രായേൽ ഇനി ആക്രമണം പുനരാരംഭിച്ചാൽ 24 മണിക്കൂറിനകം ഇറാന്റെ ഊർജ്ജ ശൃംഖല തരിപ്പണമാക്കാൻ ഒരുങ്ങുകയാണെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. തിരിച്ചടിക്കാൻ സുസജ്ജമാണെന്നാണ് ഇറാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.